ഹലോ ഗൈസ്, നമുക്കൊരു യാത്ര പോയാലോ? ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് ട്രെയിൻ വരുന്നുണ്ടോ എന്നാണ്. എൻ്റെ ട്രെയിൻ 10:10 അങ്ങനെ അവസാനം നമ്മുടെ ട്രെയിൻ എത്തി. അങ്ങനെ ട്രെയിനിൽ കയറി ഞാനങ്ങ് കിടന്നുറങ്ങി. ഞാൻ അമ്മയായിട്ടാണ് പോകുന്നത്. ഉറങ്ങി എണീറ്റപ്പോൾ വെളുപ്പിനെ 5:05 എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. അങ്ങനെ അവിടുത്തെ വെയിറ്റിംഗ് ഹാളിൽ പോയിരുന്ന് കുറച്ച് നേരവും കൂടെ ഉറങ്ങി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഇറങ്ങി നോക്കുമ്പോൾ നല്ല ഭംഗി. ഇപ്പോൾ വെളുപ്പിന് ഒരു 6-6:30 ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, കാരണം കഴിക്കാതെ അവിടെ ചെന്നിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ളൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഞാനാണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറുമാണ് കഴിക്കുന്നത്. പിന്നെ കൂടെ ചട്നി ഉണ്ടായിരുന്നു, ഒരു വടയും കഴിച്ച്. അമ്മയാണെങ്കിൽ അപ്പവും ബാജിക്കറിയാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അതും കഴിച്ച് അവിടെ നിന്ന് ഓട്ടോയിൽ കയറി നേരെ പോകുവാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ അവസാനം എത്തിയിരിക്കുന്നത് തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിലാണ്. കാരണം എനിക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. അവിടെ നിന്ന് സെക്യൂരിറ്റി മാമനാണെങ്കിൽ മറ്റേ അരവണ പായസമൊക്കെ തന്ന് അതും കഴിച്ച് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ടോക്കൺ നമ്പർ 6 ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അങ്ങനെ എൻ്റെ ടോക്കണായി ഞാനകത്ത് കയറി. ചേച്ചിയാണെങ്കിൽ എന്നെ ഓരോ കാര്യം പറഞ്ഞിങ്ങനെ ഇരിക്കുക. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് സൂചി. 1.5 മണിക്കൂറാകും റിസൾട്ട് കിട്ടാൻ. അപ്പം നമ്മളവിടെ OPയിൽ വെയിറ്റ് ചെയ്യുക. ഞാൻ കാണിക്കുന്നത് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഭയങ്കര തിരക്കാണ് അവിടെ ആണെങ്കിൽ. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. പിന്നെ നമുക്കൊരു പേപ്പർ റെഡി ആവാനായിരുന്നു. ആ പേപ്പർ കിട്ടാൻ 2 മണിക്കൂറോളം എടുക്കും. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പിന്നെ അങ്ങ് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് 5 മണിയോളമായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ചു ഓട്ടോയിൽ കയറി പോകുന്ന വഴിക്ക് ചായ കുടിക്കണമായിരുന്നു. കാരണം എനിക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ചായ വേണം. അപ്പോൾ ഉണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് കണ്ട്. അങ്ങനെ അവിടെ കയറി ഞാനൊരു കോഫിയും വടയും കഴിച്ച്. അമ്മ വേറെന്തോ കഴിച്ചത്. അങ്ങനെ ഞാനും അമ്മയും ഓരോ കട്ട്ലൈറ്റും കൂടെ പറഞ്ഞ് അതും കഴിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:30 ആയപ്പം. നമ്മുടെ ട്രെയിൻ 8 മണിക്കാണ്. അതുവരെ വെയിറ്റ് ചെയ്ത് പിന്നെ ഓരോ ചായയും കുടിച്ച് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രെയിൻ എത്തി. അങ്ങനെ ട്രെയിനിൽ കയറി കിടന്നുറങ്ങി. വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് ആലപ്പുഴ എത്തി. അങ്ങനെ ഓട്ടോ വിളിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.